ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ കൂടെയൊക്കെ കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, കുറച്ച് നാളല്ല കുറച്ചേറെ നാളായി കണ്ടിട്ടില്ലേ. വീട്ടിലെ കുറച്ച് അസൗകര്യങ്ങൾ കാരണമാണ് കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വാട്സാപ്പിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊന്നും കാണുന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, അതാണിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ആന്തൂരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആന്തൂരത്തിൻ്റെ വീഡിയോ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് നാളായി നമ്മളൊരു ആന്തൂരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ നമ്മുടെ കുറേയേറെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ആന്തൂറിയം ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആന്തൂറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ അന്ന് നമ്മൾ കാണിച്ച ആന്തൂറിയം പ്ലാന്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നിറച്ചും പൂക്കളുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആന്തൂറിയം കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നിറച്ചും പൂക്കളുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാമേ. ഇത് നമ്മുടെ ചില്ലി റെഡ് ആന്തൂറിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മിനിയേച്ചറാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റിലൊന്നും പോകുന്ന വെറൈറ്റി അല്ല, മിനിയേച്ചർ വെറൈറ്റിയാണ്. ചില്ലി റെഡാണ്. അപ്പോൾ അത് ഞാൻ അതേ ഉണ്ടോ കുഞ്ഞു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര വലിയ പോട്ടൊന്നും നമ്മുടെ ആന്തൂരത്തിന് വേണമെന്നില്ല. പ്ലാന്റ് സൈസിന് അനുസരിച്ചിട്ട് അതിൻ്റെ പോട്ടിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേ കണ്ടോ, ഈ ഒരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം കുഞ്ഞു പോട്ടിൽ വെച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ധാരാളമായിട്ട് തൈകൾ പൊട്ടി വരുന്ന കണക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ട് അധികം നാളായിട്ടില്ല. ഫ്ലവറൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത്രയും നമ്മുടെ ചില്ലി റെഡിൻ്റെ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കണ്ടോ, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ അല്ലാത്ത വലിയ ആന്തൂറിയംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പഴയ വീടുകളിലൊക്കെ നമ്മൾ കണ്ടു കാണും. ഇതുപോലെ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു കളർ. അതിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അത് ഞാനിതുപോലെ കുഞ്ഞൊരു പോട്ടിൽ കണ്ടോ ചകിരിയും തൊണ്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് മിനിയേച്ചർ വൈറ്റ് ആണ്. പ്യൂർ വൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമി വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതുമെല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാണ് ഇങ്ങനെ ഇപ്പോൾ തൈകൾ അടർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. കുഞ്ഞു പൂക്കളാണ്. എന്നാൽ കുറച്ചുകൂടെയൊക്കെ പ്ലാന്റ് മെച്ചറാകുന്നതനുസരിച്ച് ഈ പ്ലാന്റ് ഫ്ലവറിൻ്റെ സൈസ് കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ വെക്കുന്ന പോട്ടിംഗ് മീഡിയയും വളം കൊടുക്കുന്നതനുസരിച്ചൊക്കെ കുറച്ചുകൂടെയൊക്കെ വ്യത്യാസങ്ങൾ വരാം. ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ലീഫും നമ്മുടെ ആന്തൂരത്തിനെ അപേക്ഷിച്ച് മറ്റേതാണ്ടോ, ഈ ആന്തൂരത്തെയൊക്കെ അപേക്ഷിച്ച് അതിൻ്റെ ലീഫിനും കൂടി കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നീണ്ട ലീഫാണ്, കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇതൊരു ഹെക്സഗണൽ പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തൊണ്ടും കരിക്കഷ്ണമൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വെറൈറ്റി ഇവനാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു പൂക്കളായിട്ട് വെക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് പ്ലാന്റ് മെച്ചുറായി കഴിയുമ്പോൾ ഫ്ലവറിൻ്റെ സൈസ് കുറച്ചുകൂടെ ആവും. നമ്മുടെ ഈ ചില്ലി റെഡൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു സൈസിലേക്ക് ഇത് മാറും. നല്ല ഒരു പീച്ച് കളർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ലൈറ്റ് റോസും അല്ല വൈറ്റും അല്ല, ഒരു പീച്ച് ഷെയ്ഡാണ്. കുറേ കൂടെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതടുത്ത് നമ്മുടെ ഇത് പെട്ടെന്ന് തോന്നും നമ്മുടെ ചില്ലി റെഡാണ്. ഇത് ഈ ചില്ലി റെഡ് അല്ല, ഇത് ഡബിൾ ഒരു പെറ്റൽ വരുന്നതാണ് കേട്ടോ. കുഞ്ഞു പെറ്റൽ വന്നേക്കുന്നത്. സാധാരണ നമുക്ക് ആന്തൂറിയങ്ങളിലെല്ലാം ഒറ്റ പെറ്റലാണല്ലേ, സിംഗിൾ പെറ്റലാണ് വരുന്നത്. നടുക്ക് ഈ ഒരു ഇതും വരുന്നുണ്ട്. അപ്പം അതിന് പകരം ഇത് ഡബിൾ പെറ്റൽ പോലെ വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. രണ്ട് തൈ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണത് കണ്ടോ, രണ്ട് പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു 2 തൈകൾ വീതം ഒരു ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന കാണുമ്പോഴാണ് എപ്പോഴും ഫ്ലവേഴ്സ് അതിൽ കാണും ഉണ്ടോ. പിന്നെ ഇതിനകത്ത് പൂക്കൾ പോയി കേട്ടോ. ഒരു റെഡും അതുപോലെ തന്നെ വൈറ്റും ഈ വരകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേറെ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പ്ലാന്റ് കേട്ടോ. പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് കണ്ടോ, ഇതൊരു റയർ വെറൈറ്റിയാണ്. ഇതൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ കാണുന്നിടത്തു നിന്ന് കളക്ട് ചെയ്ത് എടുത്തു വെക്കുന്ന വെറൈറ്റീസാണ്. വൈറ്റിനകത്ത് ഇതുപോലെ തന്നെ ഒരു പിങ്ക് വരയും അതുപോലെ തന്നെ സൈഡിൽ ഒരു ഗ്രീൻ ടച്ചൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ ടച്ച്, പിസ്ത ഗ്രീൻ ടച്ചൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇതിനകത്തും ഒരു 2-3 തൈകൾ വീതം നിൽപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്ലവേഴ്സ് വന്നും പോയി നിൽക്കും, എപ്പോഴും കാണും ഫ്ലവേഴ്സ്.
പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ. മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, ഭയങ്കര വലിയ രീതിയിൽ പോകുന്നതല്ല, എന്നാൽ അത്യാവശ്യം വലിയ ഫ്ലവേഴ്സുള്ള കണ്ടോ വെറൈറ്റിയാണ്. നല്ല രസമുള്ള ഭംഗിയുള്ള വെറൈറ്റി. നമ്മൾ നേരത്തെ മിനിയേച്ചർ വൈറ്റ് കണ്ടില്ലേ, അതുപോലെ അത്രയും ആ ഒരു വൈറ്റ് ഇത് വരുന്നത്. അതൊരു ക്രീമി വൈറ്റാണ്. ഇത് പ്യുവർ വൈറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ചില്ലി റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ സൈഡിലൊരു ഗ്രീൻ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര എലിഫൻ്റ് ഇയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും വലിയ അതിൻ്റെ ഫ്ലവേഴ്സാണ്. അതിൻ്റെ നല്ലൊരു ഫ്ലവർ കാണിക്കുക. ഇതിനകത്ത് കുറച്ച് പുഴുകൊക്കെ തിന്നിട്ട് വേണ്ടോ, പുഴു ഇരുന്ന് തിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അതിൻ്റെ വേറെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു പ്ലാന്റ് കേട്ടോ. വലിയ പൂക്കളാണ്. ഒരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട്, അതിൻ്റെ നടുക്ക് റെഡ് വരുന്നുണ്ട്. പക്ഷേ ലീഫ് പോലെ തന്നെ വലിയ ഫ്ലവേഴ്സാണ് നമ്മുടെ ഈ ആന്തൂറിയത്തിനുള്ളത്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോ വെറൈറ്റീസ് കളക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇപ്പോൾ 2 ദിവസം മുമ്പ് വിരിഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് കുറച്ച് നാളായി വിരിഞ്ഞിട്ട്. ഇത് കണ്ടോ, പുതുതായിട്ട് വിരിഞ്ഞ പ്ലാന്റിനകത്ത് ആ റെഡ് നല്ല പോലെ എടുത്തറിയാൻ പറ്റും. നമ്മുടെ ചില്ലി റെഡ് നടുക്ക് വരുന്നുണ്ട്. സൈഡിലെല്ലാം ഗ്രീനും ഒരു ചെറിയ വൈറ്റും ഒക്കെ കോമ്പിനേഷൻ വന്നിട്ടാണ് അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ 2-3 പ്ലാന്റ് ഞാൻ ഒരുമിച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, നല്ല ഓറഞ്ച് ഷെയ്ഡ് വെറൈറ്റിയാണ്. നല്ല രസമാണ് കേട്ടോ. ഓറഞ്ച് കളർ എന്നൊക്കെ പറയുന്നത് അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഓറഞ്ച് ഈ ഒരു കളർ എന്നൊക്കെ പറഞ്ഞാൽ വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനകത്തൊന്നാണ് ഓറഞ്ച്. അതിനകത്ത് 2-3 തൈകൾ വീതം ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ഹെക്സഗണൽ പോട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതും കണ്ടോ, ഇത് ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. നമ്മുടെ ചില്ലി റെഡിൻ്റെ തന്നെ പ്ലാന്റാണ്. ഇത് ഒരുപാട് തൈകളൊക്കെ ആയി വരുന്ന കേട്ടോ. തൈകളായി വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങനെ തൈകളാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ഇനി ഇതും നമ്മുടെ മെറൂൺ റെഡ് എന്ന് പറയുന്നത് കണ്ടോ. നമ്മുടെ നേരത്തെ കണ്ടില്ലേ മെറൂൺ ഡബിൾ പെറ്റൽ വരുന്ന, അതിൻ്റെ സിംഗിൾ പെറ്റലായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേണ്ടേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓറഞ്ച്, ആ ഓറഞ്ചിൻ്റെ തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ഇന്നലെ വിരിഞ്ഞ പൂക്കളാണ്. കുറച്ചുകൂടെ നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും ഓറഞ്ച്. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ലൈറ്റ് റോസിൻ്റെ പറഞ്ഞില്ലേ ആ ഒരു ഷെയ്ഡ്. നല്ല ഭംഗിയാണ് കേട്ടോ ലൈറ്റ് റോസ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ വിരിഞ്ഞ പൂവിനകത്ത് നല്ല പോലെ ആ ലൈറ്റ് റോസ് നമുക്ക് ഷെയ്ഡ് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചകിരിയാണ് കേട്ടോ പോട്ടിംഗ് മിക്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ സെയിം പോട്ടിംഗ് മിക്സാണ് നമ്മുടെ ആന്തൂറിയംസിനും വരുന്നത്. ചിലർക്ക് മണ്ണ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് മണ്ണ് ഇടാറുണ്ട് പലപ്പോഴും ഇടാറില്ല. ചില സമയത്ത് കുറച്ച് മണ്ണും കൂടി ചേർത്ത് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാറുണ്ട്. എന്നാലും കൂടുതലും ഞാൻ ഈ കരിക്കഷ്ണവും തൊണ്ടിൻ്റെ പീസും ഒക്കെ വെച്ചിട്ടാണ്, പിന്നെ നമ്മുടെ ഇഷ്ടിക പീസും കണ്ടോ ഓടിൻ്റെ പീസ് ഇതും എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പം തൊണ്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചകിരി ഉണ്ടെങ്കിൽ ചകിരിയും വെച്ച് നമുക്ക് പോട്ട് ചെയ്യാം കണ്ടോ. ഇതെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തൈകളാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ തൈകളായിട്ട് കണ്ടോ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തെല്ലാം നിറച്ചും തൈകൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ തൈകളാണ്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ലിവർ റെഡിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ പഴയ ആന്തൂറിയം കളക്ഷൻസിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല നമ്മളെ ലിവറിൻ്റെ കളറാണ് കണ്ടോ. നല്ല ഡാർക്ക് കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള പൂക്കളാണ്. ചിലർ പറയാറുണ്ട് കുഞ്ഞു പൂക്കളാണ് വരുന്നതെന്ന്. പക്ഷേ എൻ്റെ അത്യാവശ്യം നല്ല സൈസിലുള്ള പൂക്കളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ സ്ക്വയർ പോട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഉണ്ടായിരുന്ന പ്ലാന്റിൽ നിന്നുള്ള തൈകൾ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തായി വന്നിട്ടുണ്ട്. എപ്പോഴും ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസമായതേ ഉള്ളൂ വിരിഞ്ഞിട്ട്. അപ്പം ഇത് വാടാറാകുമ്പോഴത്തേക്ക് അടുത്ത പൂവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അടുത്ത മുട്ട വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ലിവർ റെഡിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്, കുറേ നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് കേട്ടോ, വൈറ്റ്. പിന്നെ ഇത് നല്ലൊരു ചില്ലി റെഡിൻ്റെ വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ എലിഫൻ്റ് ഇയർ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല വലിയ പൂക്കളുള്ള അതിൻ്റെ ചെറുതെന്ന് പറയാം. സൈഡിൽ ഗ്രീൻ ടച്ചും അതുപോലെ തന്നെ നല്ല ചില്ലി റെഡ് കോമ്പിനേഷനും കൂടി വരുന്നതാണ്. എൻ്റെ ഒരു 3-4 പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ആന്തൂരത്തിൻ്റെ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു 10-13 വെറൈറ്റികളോളം എൻ്റെ കയ്യിൽ ഇപ്പോൾ ആന്തൂരത്തിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരു 13 വെറൈറ്റീസ്, 13 റെയറായിട്ടുള്ള പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന്തൂറിയം പ്ലാന്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്ക് ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ നമ്മൾ ഒരു പ്ലാന്റ് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പം തന്നെ അതിൽ നിന്ന് ഇങ്ങനെ തൈകൾ വന്ന് തുടങ്ങും. അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോട്ടിൽ കുറഞ്ഞൊരു 2 പ്ലാന്റ് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് തൈകൾ തങ്ങി ഞെരുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്കതിൽ നിന്ന് ഫ്ലവർ കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ഫ്ലവർ വരാറില്ല, ചുമ്മാ തൈകൾ നിൽക്കുക എന്നല്ലാതെ ഫ്ലവേഴ്സ് കുറവായിട്ട് തോന്നാറുണ്ട്. അപ്പം മിനിമം 2 തൈകൾ, മിനിമം അല്ല മാക്സിമം 2 തൈകൾ മാത്രം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തൈകൾ വരുന്നത്. പിന്നെ പോട്ടിംഗ് മീഡിയ നമ്മൾ ഈ തൊണ്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ, ഡയറക്റ്റ് മഴയത്തൊക്കെ ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം തൊണ്ടൊക്കെ പൊടിഞ്ഞ് വരാറുണ്ട്, അല്ലെങ്കിൽ ചെതലിൻ്റെ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നോക്കി ഒന്ന് കെയർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടിയിലൊക്കെ മുമ്പേ ആയതായിട്ട്, അപ്പോൾ അത് ഇടയ്ക്ക് എൻ്റെ മുകളിലത്തെ പോട്ടിംഗ് മീഡിയൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് പുതിയ തൊണ്ടും കരിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ അതിനകത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്നതും അതുപോലെ തന്നെ അല്ലാതെ ജൈവവളങ്ങളും എല്ലാം തന്നെയാണ് ഞാൻ എൻ്റെ ആന്തൂറിയം ചെടികൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെയിൽ വേണ്ട. ഞാനിവിടെ കണ്ടോ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ നെറ്റ് ഇട്ടാണ് നമ്മുടെ പ്ലാന്റ് സേഫാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് നട്ടുച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുന്ന രീതിയിലല്ല വെച്ചിരിക്കുന്നത്. ചെറിയ വെട്ടം കിട്ടും, പക്ഷേ ആ തീവ്രമായിട്ടുള്ള ചൂടിൽ നിന്ന് പ്ലാന്റിനെ രക്ഷിച്ചാണ് നിർത്തിയിട്ടുള്ളത്. തീരെ വെട്ടമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ച് വെട്ടം വേണം. നമ്മുടെ എല്ലാ ചെടികളെപ്പോലെയും കുറച്ച് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ്. എന്നാൽ ഓവറായിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആന്തൂരത്തിൻ്റെ കളക്ഷൻസും പൂക്കളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.